ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. ആര്യങ്കാവിൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ഇനി ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതാകും. രാജ്യത്ത് GST നിലവിൽ വരുന്നതോടെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് ഡിക്ലറേഷൻ കളക്ഷൻ സെന്ററായി മാറും. ദേശീയപാതയിൽ MSL വളവിന് സമീപം വാഹനാപകടം, 2 പേർക്ക് പരിക്ക്. കേരള സർവകലാശാല BSc കെമിസ്ട്രി പരീക്ഷയിൽ പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി CS അമലിനെ 1ാം റാങ്ക്. ശാസ്ത്രജ്ഞനാകാനാണ് തനിക്ക് മോഹമെന്നും അമൽ. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലെ ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഇനി മുതൽ പഴങ്കഥയാകും. രാജ്യത്ത് GST നിലവിൽ വരുന്നതോടെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് ഡിക്ലറേഷൻ കളക്ഷൻ സെന്ററായാണ് പ്രവർത്തിക്കുക. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ഇനി മുതൽ ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാവില്ല. രാജ്യത്ത് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ GST നിലവിൽ വരുന്നതിനാൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഇനി മുതൽ ഡിക്ലറേഷൻ കളക്ഷൻ സെന്റർ മാത്രമായി ചുരുങ്ങും. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലും ഇനി മുതൽ വാഹന പരിശോധന ഉണ്ടാകില്ല. ഇവിടെയും ഡിക്ലറേഷൻ സ്വീകരിക്കും എന്ന് മാത്രം. സംശയമുള്ള വാഹനങ്ങളുടെ നമ്പർ ഇന്റലിജൻസിന് നൽകാനാണ് ചെക്ക് പോസ്റ്റ് ജീവനക്കാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പ്രതിവർഷം ഏകദേശം 3.5 കോടി രൂപയായിരുന്നു ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള വരുമാനം. നിലവിൽ 31 ജീവനക്കാരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ഡിക്ലറേഷൻ കളക്ഷൻ സെന്ററായി ചുരുങ്ങിയ സാഹചര്യത്തിൽ ഇനി മുതൽ എത്ര ജീവനക്കാർ ഇവിടെ ഉണ്ടാകുമെന്നോ മറ്റുള്ളവരുടെ നിയമനം സംബന്ധിച്ചോ യാതൊരു അറിയിപ്പും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. മുൻപ് ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് മുന്നിൽ ഉണ്ടാകുമായിരുന്നു. വാഹനയാത്രികരെയും ചെക്ക് പോസ്റ്റ് ജീവനക്കാരെയും ആശ്രയിച്ച് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ചുരുങ്ങിയത് ഇവരെ ഏറെ ദുരിതത്തിലാക്കും. വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം തന്നെ പ്രവർത്തിക്കുന്ന എക്സൈസ് ചെക്ക് പോസ്റ്റിലും RT ചെക്ക് പോസ്റ്റിലും പരിശോധനകൾ പഴയതുപോലെ തന്നെ തുടരും. ലൈവ് വാർത്ത, ആര്യങ്കാവ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അടിയന്തരമായി കൂലി കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് NRAGS CATU നേതൃത്വത്തിൽ കരവാളൂർ SBI ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 7 മാസക്കാലമായി കൂലി ലഭിച്ചിട്ടില്ല. പാവപ്പെട്ട 16 ലക്ഷത്തിലധികം തൊഴിലാളികൾക്കാണ് സംസ്ഥാനത്തെ കൂലി ലഭിക്കാനുള്ളത്. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 14 ദിവസത്തിനകം അവരുടെ അക്കൌണ്ടിൽ പണം എത്തിക്കണമെന്നാണ് നിയമം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടുകയാണെന്നാരോപിച്ച് കരവാളൂർ SBIക്ക് മുന്നിൽ NRAGS CATU നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ദുരിതത്തിലും പട്ടിണിയിലും ഈ പനിയും ഒക്കെ പറന്നു പിടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രതിസന്ധി അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയെങ്കിലും രാജ്യം ഭരിക്കുന്ന മോഡിയും മറ്റൊരു ഗവൺമെന്റ് കണ്ടു തോന്നുന്നു. ഒന്നാം UPയുടെ കാലത്ത് CPM ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ട് ഇങ്ങനൊരു വരുമാന സാധ്യത ഉണ്ടെന്ന് കണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി തുരക്കം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനരോക്ഷമാണ് ഇന്ന് എല്ലാ തലങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് തെറ്റ് തിരുത്തി എല്ലാവരുടെയും വേതനം നൽകുക മാത്രമല്ല, ഏറ്റവും കുറഞ്ഞത് 200 ദിവസമെങ്കിലും തൊഴിൽ ദിനം ഈ തൊഴിലാളികൾക്ക് നൽകണമെന്ന് മീര സുഭാഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. പ്രദീപ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം B. സരോജാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. ശൈലജ, CPM ലോക്കൽ സെക്രട്ടറി V. രാമചന്ദ്രൻ പിള്ള, UK ഷാനവാസ് ഖാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി J. ബാബു, ജയലക്ഷ്മി, V. രാജൻ പിള്ള, ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സുരക്ഷിതമായ ഡ്രൈവിംഗിന് പുത്തൻ ബോധവൽക്കരണ പദ്ധതിയുമായി പുനലൂർ RT ഓഫീസ് മാതൃകയാകുന്നു. ലൈസൻസിനോടൊപ്പം ലഘുലേഖകളും വിതരണം ചെയ്താണ് RT ഓഫീസ് ജീവനക്കാർ ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കുന്നത്.
ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് നേടുന്നവർക്ക് ലൈസൻസിനോടൊപ്പം സുരക്ഷിത യാത്രയെ സംബന്ധിച്ച ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് പുനലൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാർ. തപാലിൽ ലൈസൻസ് വീട്ടിലെത്തുമ്പോൾ സുരക്ഷിതമായി വാഹനമോടിക്കാൻ 30 മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഈ ലഘുലേഖയും അതോടൊപ്പം വീട്ടിലെത്തും. അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം ദിനംപ്രതി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ബോധവൽക്കരണത്തിനായി RTO ഓഫീസ് ജീവനക്കാർ രംഗത്ത് വന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റോഡ് സിഗ്നലുകളെ പറ്റിയും ട്രാഫിക് നിയമങ്ങളെ പറ്റിയും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളെപ്പറ്റിയും അപകടത്തിന്റെ മൂല കാരണങ്ങളെപ്പറ്റിയും അതിനുള്ള എന്താണ് അതിന്റെ സൈക്കോളജി, അതിന്റെ ആ ആഴം എത്രത്തോളം ഉണ്ട്, അപകടം മൂലം പരിക്കേൽക്കുന്നവരുടെ യാത്ര എന്തുമാത്രം, അപകടത്തിൽ പരിക്കേറ്റ് അതോടൊപ്പം തന്നെ ആ ജീവൻ തന്നെ പൊലിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അവരെ ആശ്രയിക്കുന്നവരുടെ തീരാവേദന, ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന മറ്റ് നാശനഷ്ടങ്ങൾ, ഇതെല്ലാം ബോധവൽക്കരിക്കുന്നതോടൊപ്പം ഈ ഒരു ആശയം കൂടി എൻ്റെ മനസ്സിലേക്ക് കടന്നു. അതായത് ഏകദേശം ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അത് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ടെസ്റ്റ് പാസ്സായി വരുന്ന അപേക്ഷകർക്ക് ഓഫീസിൽ വന്ന് ഈ ലൈസൻസ് ഞങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം വിലയേറിയ 30 നിർദ്ദേശങ്ങൾ അടക്കിയ ഒരു ലഘുലേഖയും കൂടി അച്ചടിച്ച് കൊടുക്കണമെന്നും അതിന്റെ സാഹചര്യത്തിൽ ആ 30 വിലയേറിയ നിർദ്ദേശങ്ങൾ അച്ചടിക്കുകയും ഈ കഴിഞ്ഞ 22/6/2017 മുതൽ ഇവിടെ നിന്ന് അയക്കുന്ന ലൈസൻസിനോടൊപ്പം ഈ ലഘുലേഖയും അതിനോടൊപ്പം ചേർത്ത് അയച്ചു. ലൈസൻസ് നേടുന്ന ഒരു വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതും പാലിക്കേണ്ടതുമായ 30 മാർഗനിർദ്ദേശങ്ങളാണ് ലഘുലേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു RTO ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നതും ആദ്യമായി പുനലൂർ RTO ഓഫീസിലാണ്. സുരക്ഷിതമായി വാഹനമോടിക്കേണ്ടതിന്റെ ആവശ്യകതയും ജീവന്റെ വിലയും മനസ്സിലാക്കാൻ ഇത്തരമൊരു ലഘുലേഖ പുറത്തിറക്കിയതിലൂടെ പുനലൂർ RTO ഓഫീസ് ജീവനക്കാർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇടമൺ 34-ൽ KSRTC വക സ്ഥലത്തുണ്ടായിരുന്ന മാലിന്യ നിക്ഷേപവും നീക്കം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇടമൺ 34-ൽ KSRTC വക സ്ഥലത്തുണ്ടായിരുന്ന മാലിന്യ നിക്ഷേപം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. വെള്ളിയാഴ്ചയാണ് മാലിന്യം JCB ഉപയോഗിച്ച് നീക്കം ചെയ്തത്. ഈ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകണമെന്നത് ദീർഘനാളത്തെ ആവശ്യമാണ്. KSRTCക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ സ്ഥലം പഞ്ചായത്തിന് ലഭിക്കുകയാണെങ്കിൽ ഇടമൺ റോഡരികിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയാണെന്നും ഉടൻ തന്നെ അനുകൂല നടപടിയുണ്ടാകുമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ A. ജോസഫ് പറഞ്ഞു. KSRTC സ്ഥലത്തെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നുവെന്നും പറഞ്ഞ് നിരവധി പ്രശ്നങ്ങളും പരാതികളും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് നേതൃത്വത്തിൽ തന്നെ ആ മാലിന്യങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് മാറ്റിയാണ്. ഇനി ഈ പ്രദേശം നമ്മൾ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി KSRTCയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടക്കുകയാണ്. തുടർന്ന് 34-ലുള്ള മാർക്കറ്റ് ഇവിടെ തന്നെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള നടപടിയും പഞ്ചായത്ത് ഊർജിതമായി നടത്തിയാണ്. അന്നേരം ശാശ്വതമായി ഈ മാലിന്യ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. CPM ഇടമൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വെള്ളിയാഴ്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യങ്ങൾ നീക്കം ചെയ്തും നിരവധി പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, തെന്മല. ദേശീയപാതയിൽ MSL വളവിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ ഉണ്ടായ വാഹനാപകടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല 13 കണ്ണർ പാലത്തിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും കായംകുളത്തേക്ക് സിമന്റ് കയറ്റി വന്ന ചരക്ക് ലോറിയും തമിഴ്നാട്ടിലേക്ക് പോയ പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പിക്കപ്പിലുണ്ടായിരുന്ന 2 തമിഴ്നാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഇവരുടെ സൗകര്യാർത്ഥം തമിഴ്നാട് പാളയംകോട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തെന്മല പോലീസ് കേസെടുത്തു. ഇതിലെ ഓപ്പോസിറ്റ് അത് ഏറി വന്ന് ലൈവ് വാർത്ത, തെന്മല. SN ട്രസ്റ്റ് ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട SNDP പത്തനാപുരം യൂണിയൻ സെക്രട്ടറി ബിജു ചെന്നിലമണ്ണിന് സ്വീകരണം നൽകി. SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. SN ട്രസ്റ്റ് പുനലൂർ RDC ട്രഷറർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട SNDP യോഗം പത്തനാപുരം യൂണിയൻ സെക്രട്ടറി B ബിജുവിന് സ്വീകരണം നൽകി. SNDP യോഗം പത്തനാപുരം യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും സൈബർ സേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. യോഗം യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് M അരുണിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ആദങ്കോട് ഷാജി,
അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ലൊരു കാൽവെപ്പായി ഇതിനെ നമുക്ക് കാണാം. തീർച്ചയായും പത്തനാപുരം യൂണിയനും അതിനോടൊപ്പമുള്ള ഒരു പ്രയോജനം നമുക്കുണ്ടാകും. നമ്മളുടെ ഭാവിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ഗുരുദേവന് നൽകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. യോഗം ഡയറക്ടർ ബോർഡ് അംഗം പിറവന്തൂർ ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിയൻ കൌൺസിലർമാരായ ബി കരുണാകരൻ, ജി ആനന്ദൻ, ജി തുളസീധരൻ, ബി ജെ ഹരിലാൽ, പി ലജു, കെ കെ ശശീന്ദ്രൻ, വനിതാ സംഘം പ്രസിഡന്റ് സുലത പ്രകാശ്, വൈസ് പ്രസിഡന്റ് ഇന്ദിരാ ഗണേഷ്, സെക്രട്ടറി ശശിപ്രഭ, ട്രഷറർ മിനി പ്രസാദ്, യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനു സുരേന്ദ്രൻ, യൂണിയൻ വനിതാ സംഘം കൌൺസിലർ ദീപ ജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധൂവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഒരു വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഫോൺ 0492322278. മൊബൈൽ 9995444173. 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പനിക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 29 കുടുംബങ്ങൾ താമസിക്കുന്ന മണിയാർ ചേറ്റുകുഴി കോളനി CPM ദത്തെടുത്തു. CPM പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയാണ് കോളനി ദത്തെടുത്തത്.
മണിയാർ ചേറ്റുകുടി കോളനിയിൽ നടന്ന ചടങ്ങ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കോളനി മൂപ്പൻ ഷാജി അധ്യക്ഷനായി. പനിയെ പ്രതിരോധിക്കാനാവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്ടർ മിനി, ഡോക്ടർ അരവിന്ദ് കൃഷ്ണൻ എന്നിവർ നയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആയുർവേദ മരുന്നുകളും ബെഡ്ഷീറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളനി ശുചീകരിക്കുകയും ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സജി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ സുഗതൻ, ശശാങ്കകുമാർ, അനിൽകുമാർ, സുരേഷ് ബാബു, ശ്യാം, വിനോദ്, മണി ബാബു, ശരൺ ശശി, പ്രേം സിംഗ്, SN രാജേഷ്, ഉദയൻ പിള്ള എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി പ്രകാരം കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, ADSകൾ എന്നിവയ്ക്ക് റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് സ്വയംവര ഹാളിൽ നടന്ന ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂണിറ്റിന് 10,000 രൂപയാണ്. ഒരു യൂണിറ്റിന് 10,000 രൂപയാണ്. ഒരു ADSന് 50,000. അപ്പൊ അത് ചെറിയൊരു കാര്യമല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രത്യേകം എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല. സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ശക്തി വേണമെങ്കിൽ നമ്മൾ ബൂസ്റ്റോ ബോണിച്ചോ കഴിച്ചാൽ പോരാ, മറിച്ച് നമ്മുടെ കാശ് വേണം അല്ലേ? എങ്ങനെയാണ് നമുക്ക് പദവി ഉയരുന്നത്? പദവി ഉയരണമെങ്കിൽ സ്ത്രീകളുടെ കാശ് വേണം. അപ്പൊ സ്ത്രീകളുടെ കാശ് വേണമെങ്കിൽ നമുക്ക് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കണം. അൻസാർ ഇവിടെ സൂചിപ്പിച്ചത് ധാരാളം പുതിയ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ തുടങ്ങിയ എല്ലാ സാധനങ്ങളും പുതിയ ഐഡിയ അല്ല. പക്ഷെ ഞാൻ പറയുന്നു, വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രാൻഡിൽ പുനലൂർ നഗരസഭയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറായാൽ അതിനൊരു മാർക്കറ്റ്. CDS ചെയർപേഴ്സൺ തസ്ലിമ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് അൻസാർ പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംജദ് ബിനു സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ KA ലത്തീഫ്, മുനിസിപ്പൽ സെക്രട്ടറി AS നൈസാം, S പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാലരുവിയെ തകർക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് DYFI ആരോപിച്ചു. പാലരുവിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFI നേതാക്കളും ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടു. ഏറെക്കാലമായി അടഞ്ഞിടുന്ന പാലരുവി സഞ്ചാരികൾക്കായി തുറന്നു നൽകിയ ശേഷം വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ ഇതിനെതിരെ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാലരുവിയെ തകർക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്ന് DYFI ഏരിയ പ്രസിഡന്റ് സന്തോഷ് കുമാർ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവി കൊടുക്കാതെ ഇതൊന്നും ഞാൻ പരിഗണിക്കുന്നതേ ഇല്ല, നോക്കാം എന്നുള്ള തരത്തിലുള്ള വർത്തമാനമാണ് DYFI ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. തീർച്ചയായും ഈ പ്രദേശത്തെ ടൂറിസം മേഖലയെ തകർക്കുന്നതിനുള്ള ശക്തമായ നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. പാലരുവിയിലേക്ക് സഞ്ചാരികളെ എത്തിക്കാനായി പുതുതായി 2 വാഹനങ്ങളുടെ ടെൻഡർ വിളിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നും അനധികൃതമായാണ് അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതെന്നും സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി. പ്രദേശത്ത് ടാക്സിയോടി ജീവിക്കുന്ന ഓട്ടോ, ജീപ്പ് തൊഴിലാളികളുടെ വരുമാനത്തെയും പാലരുവി അധികൃതരുടെ നിലപാട് സാരമായി ബാധിച്ചു. ഈ രണ്ട് ഫോറസ്റ്റിന്റെ വാഹനങ്ങൾ ഓടുന്നതിനെ കൂടാതെ ഒരു 2 വാഹനം കൂടി അവർ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഈ ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയുന്നത് വലിയ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1,60,000 രൂപയ്ക്കാണ് ഈ ബസ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സ്റ്റാളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള അഴിമതിയാണ്, വലിയ തരത്തിലുള്ള ഫീസാണ് ഈടാക്കുന്നത്. ഇതൊക്കെ അനധികൃതമായി നടപ്പിലാക്കുന്നതാണ് എന്നാണ് DYFIക്ക് പറയാനുള്ളത്. ഇതൊക്കെ പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ പ്രദേശത്ത് താമസിക്കുന്ന, ആ പ്രദേശത്ത് ടാക്സി ഓടി ജീവിക്കുന്ന സാധാരണക്കാരായ ജീപ്പ് തൊഴിലാളികളെയും ഓട്ടോ തൊഴിലാളികളെയും ഇത്രയും നാളോടെ കടത്തിവിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കടത്തിവിടാതെ ഇതുപോലെ അനധികൃതമായി കൊട്ടേഷൻ വിളിച്ചുകൊണ്ട് 1,60,000 രൂപയും 1,70,000 രൂപയും കൊടുത്ത് 2 ബസ് കരുനാഗപ്പള്ളിയും കുണ്ടറയുള്ള 2 കൊട്ടേഷൻ വിളിച്ച് ഇവിടെ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വലിയ കൈയുണ്ട് എന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഉദ്യോഗസ്ഥർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് DYFI പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. DYFI നേതാക്കളായ സന്തോഷ്, പ്രേംസിംഗ്, SN രാജേഷ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോമൻ, CITU യൂണിയൻ സെക്രട്ടറി പുന്നൂസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത ഹരിങ്കാവ്. പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ ഇനി മുതൽ ഹരിതചട്ടങ്ങൾ പാലിച്ച് പ്രവർത്തിക്കും.
വെള്ളിയാഴ്ച മിനി സിവിൽ സ്റ്റേഷന്റെ പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിൽ നടപ്പിലാക്കി വരുന്ന ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുനലൂർ മിനി സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു. പൊതു സ്ഥാപനങ്ങൾ അതിലെ ശുചിത്വം അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടും ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടർ ഷാഹിർ ഷാ കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റി ഞങ്ങൾ എടുത്തു. ആ കമ്മിറ്റിയുടെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു പ്രവൃത്തി നിർവഹണ ദിവസമാണ് ഇന്ന്. കാര്യം മിനി സിവിൽ സ്റ്റേഷൻ നമുക്കറിയാം നമ്മുടെ താലൂക്കിലെ ഒരു അധികാര കേന്ദ്രമാണ്. അവിടെ തന്നെ ഞങ്ങൾ 2 പ്രാവശ്യം വന്ന് മീറ്റിംഗ് കൂടി. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ്. അങ്ങനെ ആ മികവ് സർക്കാർ പരിഗണിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ വൃത്തിയും ശുദ്ധിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഈ കാര്യത്തിലുള്ള പ്രായോഗികമായ അനുഭവ സമ്പത്ത് കൂടി പ്രയോജനപ്പെടുത്തി നമ്മൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതേപോലെ പൊതുസ്ഥാപനങ്ങളും അതേപോലെ ആക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ പ്രവർത്തനം. സിവിൽ സ്റ്റേഷനിലെ വിവിധ ഉദ്യോഗസ്ഥരും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും ചേർന്ന് 8 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാർഡുകൾ വെട്ടിത്തെളിക്കുകയും ചുവരുകളിൽ പതിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇനി മുതൽ ഓഫീസ് ചുവരുകളിൽ പോസ്റ്ററുകൾ പതിക്കുന്നത് നിർത്തലാക്കുമെന്നും ജീവനക്കാർ അറിയിച്ചു. പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിച്ചില്ലുകളും നഗരസഭ പൂർണ്ണമായും അവിടെ നിന്നും നീക്കം ചെയ്തു. ജൂലൈ 1 മുതൽ പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ചായിരിക്കും മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം. മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കായി കൂടുതൽ കസേരകൾ സ്ഥാപിക്കും. ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി കമ്പോസ്റ്റ് പിറ്റും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി നഗരസഭ അജൈവ മാലിന്യ കളക്ഷൻ സെന്ററും സ്ഥാപിക്കും. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ, തഹസിൽദാർ ശശികുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ എസ് പ്രകാശ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്ത് ചിറ്റാശ്ശേരി വാർഡിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും തലവൂർ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും തലവൂർ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിറ്റാശ്ശേരിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചിറ്റാശ്ശേരി ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. ക്യാമ്പ് വാർഡ് മെമ്പർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തലവൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളുടെ ഭാഗമായിട്ടുള്ള ഹോമിയോ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ചിറ്റാശ്ശേരി ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിൽ നടക്കുന്നത്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോയുടെ തന്നെ 4ാമത്തെ ക്യാമ്പും ഇന്ന് തന്നെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പുരാ വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഞ്ചരിക്കുന്ന മെഡിക്കൽ ടീം ആയുർവേദം, അലോപ്പതി, അതോടൊപ്പം തന്നെ ഹോമിയോ സംയുക്ത ടീമുകളുടെയും ക്യാമ്പ് നടന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള വാർഡുകളിലും വരുന്ന ദിവസങ്ങളിൽ വളരെ ഫലപ്രദമായ രീതിയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ട് വളരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തലവൂർ PHCയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വരുന്ന രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ കമുകഞ്ചേരി, നെടുവന്നൂര്, മഞ്ഞക്കാല, പനമ്പറ്റ തുടങ്ങി കിടവൂർ മേഖലയിലെ മറ്റുള്ള വാർഡുകളിലും ഈ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കും. അതോടൊപ്പം തന്നെ തലവൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ വിവിധ ആയുർവേദം, ഹോമിയോ, അതുപോലെ തന്നെ അലോപ്പതി ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ രാജി, ഡോക്ടർ ശ്യാംകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രദേശത്ത് പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ KR സുരേഷ് കുമാർ മുൻകൈയെടുത്ത് ചിറ്റാശ്ശേരി വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. ലൈവ് വാർത്ത പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു.
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കേരള സർവകലാശാല BSc കെമിസ്ട്രി പരീക്ഷയിൽ പുനലൂർ ശ്രീനാരായണ കോളേജ് വിദ്യാർത്ഥി CS അമൽ 1ാം റാങ്ക് നേടി. അധ്യാപകരുടെ മികച്ച ശിക്ഷണവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും മൂലമാണ് തനിക്ക് റാങ്ക് നേടാനായതെന്നും അമൽ പറയുന്നു. കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്നാണ് അമൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ശാസ്ത്രജ്ഞനാകാനാണ് താല്പര്യമെന്ന് റാങ്ക് ജേതാവ് പറഞ്ഞു. പുനലൂർ ശ്രീനാരായണ കോളേജിലെ അധ്യാപകർ നല്ല ശിക്ഷണമാണ് നൽകിയതെന്ന് അമൽ CS പറയുന്നു. ദൈവാനുഗ്രഹവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും തനിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നതായും അമൽ ചാനൽ ലൈവിനോട് പറഞ്ഞു. കരവാളൂർ ഓക്സ്ഫോർഡിലായിരുന്നു. അവിടുത്തെ നല്ലൊരു ബേസ് ഉള്ളതുകൊണ്ട് പിന്നെ ഡിഗ്രി നല്ല എളുപ്പമായിരുന്നു. പിന്നെ കോളേജിലും എല്ലാം ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് കിട്ടിയത്. ISROയിൽ ഒരു ജൂനിയർ ടെക്നീഷ്യനൊക്കെ ആവണമെന്ന് ആഗ്രഹം. 5th സെമസ്റ്റർ ആയപ്പോഴേ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആണെന്ന് ഒരുമാതിരി കൺഫേം ആയിരുന്നു. എന്നുവെച്ചാൽ ഉറപ്പിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് HOD ഒക്കെ അവരുടെ ഫ്രണ്ട്സ് നല്ല രീതിയിലുള്ള ഫ്രണ്ട്സിനെ തന്നെയായിരുന്നു നമുക്ക് ലാബിലും ഇതിലും എല്ലാം കൊണ്ടുവന്നതും. അതും ഈ മാർക്കിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഈ അവാർഡിന്റെ നിറകിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരോടൊക്കെയാണ് ഒരു നന്ദി പറയാനുള്ളത്? നന്ദി പറയാനുള്ളത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പിന്നെ ഓക്സ്ഫോർഡിലെ പ്രിൻസിപ്പൽ ജേക്കബ് സാർ, അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ SM കോളേജിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ HOD അരുൺ സാർ, പിന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനും എല്ലാവരോടും നന്ദി പറഞ്ഞു. കരവാളൂർ KSEB ഇലക്ട്രിക്കൽ സെക്ഷനിലെ സബ് എഞ്ചിനീയർ കരവാളൂർ ചെമ്മാട്ടുശ്ശേരി ടിങ്കിൾ വീട്ടിൽ M ചന്ദ്രബാബുവിന്റെയും സതിയുടെയും മകനാണ് അമൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ മാമ്പഴത്തറ റോഡിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ആലോചനാ യോഗം ചേർന്നു. ജൂലൈ 6-ന് റോഡിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു നിർവഹിക്കും. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പെട്ടെന്ന് മാമ്പഴത്തറ വഴി ശബരിമല പോകാനുള്ള തീർത്ഥാടകർക്ക് എളുപ്പം പോകാൻ പത്തനാപുരം വഴി എത്തിച്ചേരി പോകാനുള്ള സാഹചര്യവും അതുകൊണ്ട് പഞ്ചായത്തിന് തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന ഈ റോഡ് യാഥാർത്ഥ്യം ആകുന്നതോടുകൂടി തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കുളത്തുപുഴ, ആര്യങ്കാവ്, അച്ഛൻകോവിൽ, ശാസ്താ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ ഈ റോഡ് റിയൽ എസ്റ്റേറ്റുള്ള റോഡ് പൂർത്തീകരിക്കുമ്പോൾ അത് ഗുണകരമാവുമെന്നാണ് പറയാറ്. നെടുമ്പാറ മാമ്പഴത്തറ റോഡിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആലോചനായോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അച്ചൻകോവിൽ സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ആലോചനായോഗം. യോഗത്തിൽ ജൂലൈ 6-ന് റോഡിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളിൽ നിന്നായി 10 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. MP NK പ്രേമചന്ദ്രൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 5 വർഷത്തേക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണികളും കരാറുകാരൻ തന്നെ നിർവഹിക്കും. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് റോഡ് ഏറ്റെടുക്കും. CPI പ്രതിനിധി സിബിൽ ബാബു, നെടുമ്പാറ വാർഡ് മെമ്പർ I മൻസൂർ, കോൺഗ്രസ് നേതാവ് മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, BJP നേതാവ് രാജൻ പിള്ള, AT ഫിലിപ്പ് എന്നിവർ ആലോചനായോഗത്തിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവിൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ഇനി ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതാകും.
രാജ്യത്ത് GST നിലവിൽ വരുന്നതോടെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് ഡിക്ലറേഷൻ കളക്ഷൻ സെന്ററായി മാറും. ദേശീയപാതയിൽ MSL വളവിന് സമീപം വാഹനാപകടം, 2 പേർക്ക് പരിക്ക്. കേരള സർവകലാശാല BSc കെമിസ്ട്രി പരീക്ഷയിൽ പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി CS അമലിനെ 1ാം റാങ്ക്. ശാസ്ത്രജ്ഞനാകാനാണ് തനിക്ക് മോഹമെന്നും അമൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.